മക്കളെ, അപ്പോൾ എല്ലാവർക്കും മെച്ചപ്പെട്ട പുതിയൊരു ബേസിക് സയൻസ് ക്ലാസ്സിലേക്ക് കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് അഥവാ മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിൽ ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പീരിയോഡിക് ടേബിളിന്റെ ഹിസ്റ്ററി. അതായത് പീരിയോഡിക് ടേബിളിന്റെ കുറച്ച് ചരിത്രങ്ങൾ പഠിക്കാനുണ്ട്. ആ പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കൺസെപ്റ്റുകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഇതറിയാത്ത നിങ്ങളുടെ ചങ്ക് കൂട്ടുകാരന്മാർക്കും കൂട്ടുകാരികൾക്കും എന്ത് ചെയ്യുക, ഇതൊന്ന് അയച്ചു കൊടുക്കുക. അപ്പോൾ നേരെ നമുക്ക് കാര്യത്തിലേക്ക് വരാം. പീരിയോഡിക് ടേബിളുമായിട്ട് ആദ്യം നമ്മൾ അറിയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കൺസെപ്റ്റുകളാണ്. ഒന്ന് ട്രയാഡ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്, ഒരു ടോപ്പിക്കാണ് ട്രയാഡ്സ്. അതായത് അന്ന് ലഭ്യമായിട്ടുള്ള എലമെന്റ്സുകളൊക്കെ വെച്ചിട്ട് മൂന്ന് വീതം സെറ്റുകളാക്കി തിരിച്ചു. അതിനെ നമ്മൾ ട്രയാഡ്സ് അഥവാ ത്രികങ്ങൾ എന്ന് പറയുന്നത്. ഇത് കൊണ്ടുവന്നത് ഡൊബെ റൈനർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സയന്റിസ്റ്റ് ആണ്. നോട്ട് ദ പോയിന്റ്. ഓക്കെ, ട്രയാഡ്സ് കൊണ്ടുവന്നത് ഡൊബെ റൈനർ ആണ്. അതേപോലെ തന്നെ പിന്നീട് വന്ന ഒരു കൺസെപ്റ്റ് ആണ് ലോ ഓഫ് ഒക്ടേവ്സ് അഥവാ അഷ്ടക നിയമം എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറഞ്ഞാൽ 8 വീതം, നേരത്തെ നമ്മൾ 3 വീതമാണെങ്കിൽ ഇവിടെ 8 വീതം എലമെന്റ്സുകൾ എങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് അതിന്റെ പ്രത്യേകതകൾ പറഞ്ഞു തന്ന ഒരു ലോയാണ് നമ്മൾ ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് പറയുന്നത്. അഷ്ടകം എന്ന് പറഞ്ഞാൽ 8 എന്നാണ് അർത്ഥം. ഇത് നമുക്ക് വേണ്ടി പറഞ്ഞു തന്നത് ന്യൂലാൻഡ് എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ്. ഇതൊക്കെ ആദ്യകാലത്ത് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രങ്ങൾ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ പറഞ്ഞു പോയ കാര്യങ്ങളാണ്. യെസ്, അടുത്തതായിട്ട് വരുന്നു മെൻഡലിയേഫിനെ കുറിച്ചാണ്. മെൻഡലിയേഫിനെ പറ്റി പറയാൻ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹമാണ് എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, മറക്കരുത്, മെൻഡലിയേഫ് ആണ്. അപ്പൊ മെൻഡലിയേഫ് ആ ഒരു കാലത്ത് എന്താണ്, എങ്ങനെയാണ് എലമെന്റ്സുകളെ തരംതിരിച്ചിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് പഠിച്ചു വെച്ചോളം. മെൻഡലിയേഫ് തിരിച്ചിരിക്കുന്നത് മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായിട്ട് പഠിച്ചോളം. മെൻഡലിയേഫ് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് എലമെന്റ്സുകളെ വർഗീകരിച്ചിരിക്കുന്നത്? മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാലും അതിൽ ചില പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമുക്ക് ക്ഷമിക്കാവുന്നതാണ്. ആ പരിമിതികളൊക്കെ തിരുത്തിക്കൊണ്ട് ഇന്ന് കാണുന്ന പീരിയോഡിക് ടേബിളിലേക്ക് നമ്മളെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉള്ള പീരിയോഡിക് ടേബിളിലേക്ക് മാറ്റിയത് മറ്റൊരാളാണ്, മറ്റാരുമല്ല, ഹെൻറി മോസ്ലി എന്ന് പറഞ്ഞിരിക്കുന്ന സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹം അറിയപ്പെടുന്നത് ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നാണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് മോസ്ലിയാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് ഫാദർ ഓഫ് പീരിയോഡിക് ടേബിൾ ആണ്. അതായത് പീരിയോഡിക് ടേബിളിന്റെ പിതാവാണ്. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് ആര് വരുന്നത്? മോസ്ലി ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹം എലമെന്റ്സുകളെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, മൂലകങ്ങളെ വർഗീകരിച്ചിരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അറ്റോമിക് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ മെൻഡലിയേഫ് തിരിച്ചിരിക്കുന്നത് മാസ് നമ്പറിന്റെ അടിസ്ഥാനത്തിലാണ്. കൃത്യമായിട്ട് മനസ്സിലായി മക്കളെ. അപ്പോൾ പ്രധാനമായിട്ട് പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ട കൺസെപ്റ്റുകൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റുകളും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു കൺസെപ്റ്റിന്റെയും അന്തസത്തകൾ ചോർന്നു പോകാതെ നിങ്ങളിലേക്ക് എത്തിക്കുന്ന നമ്മളെ എജുപെടുന്ന സ്വന്തം ബാച്ചാണ് ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് 8ന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എന്ന് പറയുന്നത്. കേരളത്തിലെ മികച്ച ഫാക്കൽറ്റീസിന്റെ റെക്കോർഡെല്ലാം ലൈവ് ക്ലാസ്സുകളുണ്ട്, മെന്റർ സപ്പോർട്ട് ഉണ്ട്, PYQ ഉണ്ട്, സബ്ജക്ട് വൈസ് ക്ലബ്ബുകളുണ്ട്. മാത്രമല്ല എന്താണ്, എണ്ണിയാൽ ഒടുങ്ങേണ്ട 10-ലധികം ഫീച്ചേഴ്സുമായിട്ടാണ് എജുപോർട്ടിന്റെ ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് നിങ്ങളിലേക്ക് വരുന്നത്. ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഒരു കൊല്ലത്തേക്കുള്ള ഫീ ആണ്. ഏറ്റവും അടിപൊളിയായിട്ടുള്ളത് നോക്കൂ നിങ്ങൾ, 2,999 നമ്മുടെ ഓണം സ്പെഷ്യൽ ഓഫർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 2,999 വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു തുകയ്ക്ക് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അടിപൊളിയായിട്ട് ക്ലാസ് 8 കളർഫുൾ ആക്കാനുള്ള മുഴുവൻ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ ജോയിൻ ചെയ്ത ഒരുപാട് കുട്ടികളുണ്ടാവും. ഞാൻ സംസാരിക്കുന്നത് ജോയിൻ ചെയ്യാത്ത കുട്ടികളോടാണ്. അപ്പോൾ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കുട്ടികൾ ചോദിക്കാറുണ്ട്, സാറേ ക്ലാസ് 8മായി ബന്ധപ്പെട്ട ഈ സ്ലൈഡുകൾ, നോട്ട്സുകൾ, ക്വസ്റ്റ്യൻസുകൾ ഇതൊക്കെ എവിടെ കിട്ടും എന്നുള്ളത് തികച്ചും ഫ്രീ ആയിട്ട് നമ്മളെ കമ്മ്യൂണിറ്റി ചാനൽ അതുണ്ടാവും. കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഓണം എക്സാമുമായിട്ട് ബന്ധപ്പെട്ട ലൈവുകളൊക്കെ അങ്ങനെ അടിച്ച് തകർക്കുന്നുണ്ട്. കൂടെ കൂടിക്കോ, ഓണം എക്സാം നമുക്ക് കളറാക്കാം. വീണ്ടും കാണാം. ഗുഡ് ബൈ.